തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയയ്ക്കിടെ ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയ സംഭവത്തിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുടെ മൊഴിയെടുത്തു. തനിക്ക് ശ്രദ്ധക്കുറവ് ഉണ്ടായിട്ടില്ലെന്ന് ഡോക്ടർ രാജീവ് മൊഴി കൊടുത്തു. അന്വേഷണത്തിന്റെ ഭാഗമായി പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ പോലീസ് തീരുമാനിച്ചു. ഇതിനായി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ വീണ്ടും ചേരുകയാണ്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഉമേഷ്, തിരുവനന്തപുരത്ത് അത്യാവശ്യം മഴയുണ്ടോ? മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. തീർച്ചയായും എസ് കെ എന്നെ മഴയുണ്ട്. ഒരുപക്ഷെ 7 മണിയോട് കൂടിയാണ് ഈ മഴ തുടങ്ങിയത്. കൂടാതെ അന്തരീക്ഷം കുറച്ചുകൂടി മേഘാവൃതമാണ്. ഒരുപക്ഷെ കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇന്ന് അവധിക്കൊന്നും സാധ്യതയില്ല. കാരണം യെല്ലോ അലേർട്ട് മാത്രമേ ഉള്ളൂ. അല്പം മുൻപ് മാത്രമാണ് മഴ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അവധിക്കുള്ള സാധ്യത കുറവാണെന്ന് തോന്നുന്നു. എന്തായാലും മഴയുണ്ട്, ആകാശം മേഘാവൃതമാണ്. കൂടുതൽ സമയം കഴിയുമ്പോൾ കൂടുതൽ മഴയ്ക്കുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വാർത്തയിലേക്ക് കടന്നാൽ സുമയുടെ വാർത്ത 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. ഇത്തരത്തിൽ ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങി ആ ദുരിതാവസ്ഥയിൽ ഗൈഡ് വയറുമായി കഴിയുന്ന സുമയുടെ വാർത്ത 24 പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ ശക്തമായ നടപടിയുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. കണ്ണൂർ പോലീസാണ് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസം ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ രാജീവിന്റെ മൊഴിയെടുത്തു. എന്നാൽ അദ്ദേഹം തനിക്ക് ശ്രദ്ധക്കുറവ് ഉണ്ടായിട്ടില്ല എന്നുള്ള മൊഴിയാണ് പോലീസിൽ നൽകിയത്. അതുകൂടാതെ ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടത് അനസ്തേഷ്യ വിഭാഗമാണെന്നുള്ള ന്യായീകരണവും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇത്തരം മൊഴികളെല്ലാം വന്ന സാഹചര്യത്തിൽ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ആരുടെ ഭാഗത്താണ് ഇതുമായി ബന്ധപ്പെട്ട വീഴ്ച സംഭവിച്ചത് എന്ന് കണ്ടെത്താനുള്ള നീക്കം പോലീസ് ആരംഭിച്ചു. DMOക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ സഹായിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു കത്ത് നൽകിയിരിക്കുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.